equal to 4/5. Then the value of tan A. നമുക്ക് ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് is cos A. Cos A is equal to 4/5. Cos A is equal to 4/5. നമ്മളിപ്പോ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ വരച്ച് നോക്കേണ്ട ആവശ്യമില്ല നോക്കട്ടെ. ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതാണ് ട്രയാങ്കിൾ വരിക. ഞാൻ ഇതാണ് ആംഗിൾ എ എടുത്തത് വരിക അല്ലെ. കോസ് ഓഫ് എയുടെ മീനിങ് എല്ലാവർക്കും അറിയാം. കോസിന്റെ വില എന്ന് പറയുന്നത് ശരിക്കും എന്താ മക്കൾ വരിക? കോസ് എ. കോസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യത്തിലുള്ളൂ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ആര്? ഹൈപ്പോട്ടനസ് അല്ലെ. അപ്പൊ ഈ ആംഗിൾ ഇതാണെങ്കിൽ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് കാണുന്നില്ലെങ്കിൽ ആംഗിൾ ഇതാണെങ്കിൽ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് 4, ഹൈപ്പോട്ടനസ് ഇതാണ് 5. അങ്ങനെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ പണ്ട് പഠിച്ച് നോക്കണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പഠിച്ചത്? ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തൊക്കെയാ? ബേസിന്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ എന്നാ പഠിച്ചത്. തിരിച്ചു പറയാനുണ്ടായിരുന്നു ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ കിട്ടും. ഓക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് ഈ വര കിട്ടണമെങ്കിൽ ശരിക്കും ഇതിന്റെ സ്ക്വയർ ചെയ്യാം. നമുക്ക് പറയാൻ പറ്റും 5² മൈനസ് ബേസ് 4² അല്ലെ 5². അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 5² മൈനസ് 4² ഇസ് ഈക്വൽ ടു എന്താണ് വരിക നോക്കിയാൽ പെർപെൻഡിക്കുലർ എന്നാണ് വരിക. അങ്ങനെ വരുമ്പോൾ അതിന്റെ സ്ക്വയർ 25, 25 മൈനസ് 4 4² 16. അത് റൂട്ടിനുള്ളിൽ പോകണം. അതാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ആള്. അങ്ങനെ നമുക്ക് പറയാം റൂട്ട് 9 ആണ് വരിക. റൂട്ട് 9 ഇസ് ഈക്വൽ ടു 3. അപ്പൊ ഇവിടെ ആൻസർ പെർപെൻഡിക്കുലർ എന്ന് വരിക 3 ആണ്. അപ്പൊ ഈ വരെ എനിക്ക് 3 ആണെന്ന് കിട്ടി. ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നല്ല. എന്തായാലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ചിരിക്കുന്നത് tan A. tan A യുടെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. tan A എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു tan A is equal to opposite by opposite by adjacent side. opposite by 3 by adjacent side 4 ആണ്. സോ ഓപ്ഷൻ 3/4 ആണ് ആൻസർ 3/4. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ലോങ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ ലോങ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ല. ഇവിടുന്ന് നിങ്ങൾ പെർപെൻഡിക്കുലർ കണ്ടെത്തി ഓപ്പോസിറ്റ് സൈഡ് കണ്ടെത്തി ടാൻ ഒക്കെ തെറ്റ് കൊടുത്ത് അഡ്ജസന്റ് കണ്ടെത്തി ഓപ്പോസിറ്റ് കണ്ടെത്തി അർത്ഥം മനസ്സിലായാലും ഈ ക്വസ്റ്റ്യൻ ടാൻജിന്റെ അടുത്ത് ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അല്ല. അപ്പൊ ഇയാളെ കണ്ടെത്തി മാത്രമേ കാര്യം അങ്ങനെ പോലെ ഇങ്ങനെ പോകാൻ നമുക്ക് പണി തന്നിരുന്നു. നിങ്ങൾ ചെറിയൊരു കാര്യം വെച്ചിട്ടോ, നമുക്ക് താഴെ കാണുന്ന അഡ്ജസന്റ് സൈഡ് അല്ല. അതായത് ഇവിടെ അഡ്ജസന്റ് സൈഡിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അഡ്ജസന്റ് സൈഡിന്റെ വില എത്രയാണ്? 4 ആണ്. അതിൽ മാറ്റുന്നില്ലല്ലോ. ടാൻ അകത്ത് ഒരു ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഇല്ല. അങ്ങനെ ഡിനോമിനേറ്ററിൽ 4 വരുന്ന ഓപ്ഷൻ മാത്രം നോക്കി എടുത്താൽ മതി. ഓപ്ഷൻ എ 3/5 അല്ലെ. ഓപ്ഷൻ എ 3/5 അല്ല. ഓപ്ഷൻ എ 3/5 വരുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ 4 അല്ല. ഓപ്ഷൻ എ കട്ട് ചെയ്തു. ഓപ്ഷൻ ബി എടുക്കി. ഓപ്ഷൻ ബി 3/4 ആണ് വരുന്നത്. ഡിനോമിനേറ്റർ 4 വരുന്നത്. അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ സി എടുക്കും. സിയുടെ അകത്ത് പറയുന്നത് 4/3 വരുന്നത്. ഡിനോമിനേറ്ററിൽ 3 അല്ല വരുന്നത്, 4 അല്ലല്ലോ. അപ്പൊ ഇതും അല്ല ആൻസർ. ഓപ്ഷൻ ഡി എടുത്തു കഴിഞ്ഞാൽ ഡിയുടെ അകത്ത് വരുന്നത് 5/3 ആണുള്ളത്. നമുക്ക് ഡിനോമിനേറ്ററിൽ 6 വരണം, ഡിനോമിനേറ്ററിൽ 4 വരണം. അപ്പൊ ഇതും അല്ല ആൻസർ. പിന്നെ ഏത് ആൻസർ? ഓപ്ഷൻ ബി. അപ്പൊ ഇത്ര ഓപ്ഷൻ വെച്ച് ആൻസർ ഇട്ടാൽ മതി. അതുകൊണ്ട് നമുക്ക് ട്രിഗണോമെട്രി വളരെ എളുപ്പമാണ്. നിങ്ങൾ പറ്റുന്നതുപോലെ പോയിട്ട് ഹാർഡായിട്ട് പോകാൻ പാടില്ല. ഏതായാലും പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ രണ്ടാമത്തെ നോക്കാം. ഈ sin A is equal to 1/2. രണ്ടാമത്തെ sin A is equal to 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് cot A ആണ്. cot A is equal to 1. എന്റെ ചോദ്യം sin A equal to 1/2 നിങ്ങൾ ആ ട്രയാങ്കിൾ ഒന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇത് A കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പോലും തെറ്റാണ്. ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്. sin 1/2 വരുന്ന ആംഗിൾ നിങ്ങൾ നേരത്തെ ടേബിൾ നോക്കിയാൽ മതി. A equal to 30 ഡിഗ്രി ആണ് അല്ലെ. sin 30 അല്ലേ 1/2. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? cot 30 ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. cot 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ tan 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. tan 30 ഡിഗ്രി എന്നാൽ 1/√3 ആണ് വരിക. സോ cot 30 ഡിഗ്രി എന്നാൽ √3 ആണ് വരിക. അത്രേ ഉള്ള ആൻസർ. നോക്കി ടിക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ എ ആണ് രണ്ടാമത്തെ ആൻസർ. ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. ക്ലിയർ? √3 ബിക്കോസ് cot 30 യുടെ വരെ ടേബിളിൽ അതിന്റെ ടേബിൾ പഠിച്ചിട്ടാണ് നിങ്ങൾ എക്സാം വേണ്ടി യാതൊരു കാര്യമില്ല. ക്ലിയർ? അപ്പൊ അത്ര പേരാണ് √3. ക്ലിയർ ആയത്? നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് sin theta is equal to a/b എന്നാണ് അല്ലെ. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ല. അങ്ങനെയാണെങ്കിൽ cos theta യുടെ വിലയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ നേരത്തെ പോലെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഷുവർ ആണ്. ട്രയാങ്കിൾ വരയ്ക്കാൻ ഇങ്ങനെ വരച്ചിട്ട് ഇത് എന്റെ എ ആണ്, തീറ്റയാണ്. തീറ്റയുടെ ഓപ്പോസിറ്റ് ആൾ എ ആണ്, ഹൈപ്പോട്ടനസ് ആൾ ബി ആണ്. അപ്പൊ നിങ്ങൾ ബേസ് കണ്ടെത്താൻ പറ്റില്ല. കോസ് എന്താ? കോസ് തീറ്റയുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നു.
നിങ്ങളിപ്പോ സൈൻ തീറ്റയുടെ ഇക്വേഷൻ പഠിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്നാ പഠിച്ചത് അല്ലെ. സോ ഇവിടെ എന്താ വരിക? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് എന്നാ വരിക. അപ്പൊ നിങ്ങൾ അഡ്ജസന്റ് സൈഡ് ആണ്, ഇതല്ല അഡ്ജസന്റ് സൈഡ്, ഇത് കണ്ടെത്താൻ വേണ്ടി വരും. പക്ഷെ ഇത് കണ്ടെത്താൻ പോയത് ചോദ്യം വളരെ നിസ്സാരമാണ്. എന്റെ ചോദ്യത്തിലുള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ വില അറിയാതെ എ ബൈ ബി ആണ്. എന്റെ ചോദ്യം രണ്ടോടത്തിന്റെ ആരും കോമൺ ഹൈപ്പോട്ടനസിൽ പോകണം. അങ്ങനെ ബി ഹൈപ്പോട്ടനസിൽ വരിക ബി അല്ല വരിക. സോ നിങ്ങളെ ഡിനോമിനേറ്റർ അല്ല, ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്ററിൽ ബി വരുന്ന ഓപ്ഷൻ നോക്കി പിക്ക് ചെയ്താൽ മതി. ന്യൂമറേറ്റർ എന്തെങ്കിലും ന്യൂമറേറ്ററിൽ ഒരു വലിയ വിലയ്ക്ക് അവിടെ നിൽക്കട്ടെ. ഡിനോമിനേറ്ററിൽ ബി വരുന്നത് ഓപ്ഷൻ ഏകാത്ത ഡിനോമിനേറ്റർ താഴെ ഡിനോമിനേറ്റർ ബി ഓപ്ഷൻ ഏകാത്ത വരുന്നുണ്ടോ? ഇല്ല. അവിടെ വേറെ എന്തൊക്കെ ക്വസ്റ്റൻ ഉണ്ട്? ബി അല്ല വരുന്നത്. അതല്ല ഓപ്ഷൻ ബിയുടെ അകത്ത് ബി ബൈ എ, ഡിനോമിനേറ്ററിൽ ബി ആവട്ടെ, എ എടുത്ത് കാര്യം. അപ്പൊ ഓപ്ഷൻ ബി വില കട്ടിയുള്ളൂ. ഓപ്ഷൻ സി എടുത്ത് നോക്കി, ഡിനോമിനേറ്ററിൽ ബി ആണ് വരിക, അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ഡിയുടെ അകത്ത് എ ബൈ ഡിനോമിനേറ്ററിൽ വേറെ എന്തെങ്കിലും വരിക. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിൽ ബി അല്ലേ, ബിക്കോസ് ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ ബി അല്ലേ മക്കളെ, അറിയുന്ന പോയിന്റ് അല്ലേ, എവിടെ നിന്നാലും നേരത്തെ മനസ്സിലാക്കിയത്. അങ്ങനെ ഡിനോമിനേറ്ററിൽ ബി വരുന്ന ആൻസർ മാത്രം ഇതാൽ മതി. അങ്ങനെയാണ് നിങ്ങൾ ആൻസർ പറയാൻ പറ്റും. ഓപ്ഷൻ സി ഇസ് യുവർ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ ഏത് വരുന്നത്? സി ആണ് വരിക. ഏതാ ഇക്വേഷൻ? √b² -